ഞാനൊരു കഥ പറയാം. ഒരു കുട്ടി സ്കൂള് വിട്ട് പോവാൻ സമയത്ത് കരഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ്റെ അതേ ക്ലാസ്സിലുള്ള വികൃതി പയ്യനായിട്ടുള്ള മറ്റൊരുത്തൻ ചോദിച്ചു, "നീ എന്തിനാ കരയുന്നത്?" "എൻ്റെ സ്കെയില് കാണാനില്ല." "അതിനെന്താ കുഴപ്പം?" "അല്ല, വീട്ടിൽ ചെന്നാൽ എൻ്റെ പേരൻസ് അടിക്കും." "എന്നാൽ പിന്നെ നീ എൻ്റെ സ്കെയില് കൊണ്ടുപോയിക്കോ" എന്ന് പറഞ്ഞു. "അല്ല, നിൻ്റെ വീട്ടിലേക്ക് നീ പോകുമ്പോൾ നിനക്ക് ഈ സ്കെയിലില്ലെങ്കിൽ അടി കിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്കല്ലെങ്കിലും കിട്ടും." കഥയാണെങ്കിലും ഇതിലുള്ള ഒരു യാഥാർത്ഥ്യം പറയാം. പല കുട്ടികൾക്കും അവർക്ക് എന്തിനാണ് അടി കിട്ടുന്നതെന്ന് അറിയുന്നില്ല. ആവശ്യത്തിന് വഴക്ക് പറയണം, ശിക്ഷിക്കണം. പക്ഷേ ആ കുട്ടികൾക്ക് അറിയണം എന്തിനാണ് എനിക്ക് ശിക്ഷ കിട്ടിയത്. അതവൻ അടുത്ത ദിവസം തിരുത്താനുള്ള ശ്രമം നടത്തണം. അതിനുള്ള രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കണം ആ ശിക്ഷ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റിക്കോട്ടെ, വീണ്ടും അത് ശരിയാക്കിയെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിന് പകരം പാരൻസ് ചെയ്തു കൊടുത്തിട്ട് അത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്ന് പറയലല്ല ഉത്തമം. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ കോൺഫിഡൻസ് കുറയുമ്പോൾ ചില കുറുക്ക് വഴികൾ ഒപ്പിക്കും. നമ്മൾ ധാരാളം കേട്ടതാണ്, കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങിയത്. അത് ഉറക്കം പോലുമില്ലാതെ ഒരു കുട്ടിയെ ആക്റ്റീവായിട്ട് നിർത്തുകയും കോൺഫിഡൻസ് ധാരാളം കൊടുക്കുകയും ആവശ്യത്തിനും അനാവശ്യത്തിനും കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണല്ലോ ഡ്രഗ്. കുറച്ചു കാലം അത് ആത്മവിശ്വാസം കൊടുക്കും. അത് കഴിഞ്ഞാൽ അത് സംശയം ജനിപ്പിക്കും. സ്വന്തം ഉമ്മയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെയാണ് സംശയം ഉണ്ടാവുക. ആ സംശയം ഒരു രോഗമായി മാറുകയും പിന്നീട് വീട്ടിൽ അക്രമം തുടങ്ങുകയും നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയില്ലാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഹോംവർക്ക് പോലും ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവനെ സ്വന്തമായിട്ടൊന്ന് കടയിൽ പോയിട്ട് ഒരു സാധനം ബാർഗെയിൻ ചെയ്ത് വാങ്ങാനുള്ള പ്രാപ്തി നശിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഫംഗ്ഷനോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് അവരുടെ കോൺഫിഡൻസ് ബിൽഡിങ്ങിൽ ചെയ്യാനുള്ളത്.